സാർ നമസ്കാരം. നമസ്കാരം. കേരളം ഏറെക്കാലം ഇളക്കിമറിച്ച ഒരു സംഭവം തന്നെയാണ് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട്. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL നിന്ന് 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള ഒരു ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ വന്ന റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പ്രേക്ഷകരോട് പറയാതെ എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇത് നമ്മുടെ ബഹുമാനിയായ പ്രേക്ഷകർക്കറിയാം. ഈ കേസിൽ നാളെയാണ് ED വീണയോട് ഹാജരാകാൻ പറഞ്ഞ് രണ്ടാമത്തെ സമൻസ് അയച്ചിരിക്കുന്നത്. ആദ്യത്തെ സമൻസ് വീണ അസുഖ കാരണം മൂലം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഇമെയിൽ അയച്ചു. വീണ്ടും നാളത്തേക്കാണ് അവധി കൊടുത്തിരിക്കുന്നത്. നാളെ വീണ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയും അവർ സമൻസിന് എത്തില്ല എന്ന രീതിയിലുള്ളൊരു മറുപടി കൊടുത്തിട്ടില്ല. ഇന്ന് രാത്രിയിലൊരു പനി വന്നാലോ? അതെ, അത് പറയാൻ പറ്റില്ല. എന്തായാലും ഈ സമയം വരെ, നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയം വരെ അവരുടെ ഭാഗത്തു നിന്നും മറ്ററിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ഈ CMRLൻ്റെ CMD ആയ ശശിധരൻ കർത്തയുടെ മകൾ ഷൈബിയെ ഇന്നലെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED വിളിച്ചു വരുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. ശശിധരൻ കർത്താവിൻ്റെ മകനും CMRLൻ്റെ ജോയിൻറ്റ് MD-യുമായ ശരൺ കർത്തയ്ക്ക് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരൺ കർത്ത ഇന്നലെ ഹാജരായിട്ടില്ല. ഇന്ന് ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷൈബി എന്ന് പറയുന്ന CMRL കർത്തയുടെ മകളെ ചോദ്യം ചെയ്തത് നിപുണ എന്ന് പറഞ്ഞ CMRLലെ മറ്റൊരു ഷെൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അന്വേഷണമാണ്. CMRLൻ്റെ എല്ലാവിധ വാഹന ഇടപാടുകൾ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഇടപാടുകൾക്ക് ഏതാണ്ട് 99 കോടി രൂപയാണ് ആ ഇനത്തിൽ വക ഒളിച്ചിരിക്കുന്നത്, അഥവാ ചിലവ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ CMRLൻ്റെ പല വിധത്തിലുള്ള ചിലവുകൾ എഴുതി തള്ളുന്നതിന് വേണ്ടി ഇതുപോലുള്ള നിരവധി ഷെൽ കമ്പനികൾ രൂപം കൊടുത്തിട്ടുണ്ട് കർത്ത എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്തയുടെ മകൾ കൂടിയായ ഷൈബിയെ ED ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നാളെ വീണ വിജയനെ ED സമൻസ് അയച്ചിരിക്കുന്നു. ഒപ്പം CMRLൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ കൂടിയായ ശരൺ കർത്തയ്ക്കും സമൻസ് അയച്ചിരിക്കുന്നു. അങ്ങനെ ഈ കേസ് ആകപ്പാടി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ചോദ്യം ചെയ്യലിന് അവർ ഹാജരാവുകയാണെങ്കിൽ വളരെ നിർണായകം തന്നെയാണ്. അതിന് മുന്നോടിയായി കണ്ട് ഇന്നലെ ഈ ഷൈബിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ ശരൺ കർത്തയും എത്തും എന്ന് പറയുന്നു. നിലവിൽ വീണയ്ക്ക് ഇത് കൂനുമേൽ കുരുക്കായി മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് രാജ്മോഹൻ സാറിൻ്റെ അഭിപ്രായം? പ്രദീപ് പറഞ്ഞത്, ഷൈബിയെ ചോദ്യം ചെയ്ത കാര്യം പറഞ്ഞു. ശരൺ ചോദ്യം ചെയ്യലിന് വേണ്ടി ചെന്നിട്ടില്ല, ഇന്ന് ചെന്നേക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു EDയെപ്പറ്റി വലിയ നൂറുകണക്കിന് സംശയങ്ങൾ നമുക്കുണ്ട്. EDയുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അപ്രോച്ചിനെക്കുറിച്ച്, ആത്യന്തിക ലക്ഷ്യം, ഇതെല്ലാം നമ്മൾ സംശയത്തിൻ്റെ മുൾമുനയിലാണ് നിർത്തുന്നത്. അപ്പോൾ കാരണം കഴിഞ്ഞ പിൽക്കാലങ്ങളിൽ അവർക്കുണ്ടായ പെരുമാറ്റങ്ങൾ. പക്ഷെ ഇവിടെ നമ്മൾ സ്വല്പം ഒരു വളഞ്ഞ രീതിയിൽ ആലോചിച്ചാൽ ഷൈബിയെ വിളിച്ച് ചോദ്യം ചെയ്തത് വീണയ്ക്ക് വലിയ പാരയാവും. കാരണം ഷൈബി ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, നമ്മളെ സ്ത്രീകളെ ചെറുതാക്കി പറയല്ല, നല്ലൊരു ക്വസ്റ്റ്യനിങ്ങിനോട് വിസ്റ്റാൻഡ് ചെയ്യാൻ ആണുങ്ങളെക്കാൾ ബുദ്ധിമുട്ടും. കാരണം അവർക്ക് ഇത്ര എക്സ്പോഷർ കാണില്ല, ഈ കൊച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഷൈബിയോട് ചോദ്യം ചെയ്യുകയും ഇനി വീണ്ടും ഷൈബിയെ ഇനി വീണ്ടും ചോദ്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഷൈബി എന്തൊക്കെയോ ലീഡുകൾ തൻ്റെ സംസാരത്തിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് ലീഡുകളെങ്കിലും ആർക്ക് കൊടുത്തിട്ടുണ്ട്? ED ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. സാർ, മറ്റൊന്നും കൂടി ഇതിൽ ചേർത്ത് പറയാൻ സാധിക്കില്ല. കാരണം ഷൈബി CMRL കർത്തയുടെ മകളാണ്. അപ്പോൾ ഷൈബിയെ സംബന്ധിച്ചിടത്തോളം മടിയിൽ വലിയ കനമില്ലാത്തതിൻ്റെ പേരിലാണോ EDയുടെ മുമ്പിലേക്ക് ആദ്യം തന്നെ ചോദ്യം ചെയ്യലിന് കടന്നു ചെന്നത്? ഷൈബിക്ക് ജലദോഷം വരാത്തുണ്ടായിരുന്നു. എന്തായാലും മടിയിൽ കനവില്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ചില ആളുകൾ ആരോഗ്യപരമായ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യലിൽ എത്തിച്ചേരുന്നില്ല. മറ്റു പല നേതാക്കളും അതുവരെയും മെഡിക്കൽ സയൻസിൽ കണ്ടുവെത്താൻ പറ്റാത്ത പല അസുഖങ്ങളായിരിക്കും അന്വേഷണ ഏജൻസിയിൽ വരുമ്പോൾ അവർക്കുണ്ടായിരിക്കുക. പിന്നീട് ഏജൻസികൾ മടങ്ങിപ്പോകുമ്പോൾ ഇത്തരം അസുഖങ്ങളൊന്നും കാണാനും സാധിക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക തരത്തിലൊരു ECG കണ്ടെത്തേണ്ടതായി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഷൈബിയെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യലിൽ ഹാജരായി. സാർ പറയും. ഇത് നമുക്ക് ഡിഡക്ഷൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ടൊരു ഒബ്സർവേഷനിലേക്ക് എത്താൻ നമുക്ക് പറ്റില്ല, ആർക്കും പറ്റുമെന്ന് തോന്നില്ല. ഇവിടെ ഒരു കാര്യം ഇപ്പം താങ്കൾ പറഞ്ഞില്ലേ, മടിയിൽ കനമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ ഷൈബി അവിടെ ചെന്നത്?
ഷൈബിയിലെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശശീന്ദ്രൻ കർത്തായുടെ പെർമിഷനോടുകൂടിയും അതിൻ്റെ അറിവോടുകൂടിയും എന്താ പറയേണ്ടതെന്ന് നൂറുകണക്കിന് വക്കീലന്മാർ ഏതെല്ലാം തരത്തിലുള്ള വക്കീലന്മാരായിട്ട് അതെല്ലാം ചോദിച്ചിട്ടായിരിക്കും ഷൈബി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശശീന്ദ്രൻ കർത്തയ്ക്ക് ഉറപ്പുണ്ടായി കിട്ടിയിരിക്കണം തന്നെയും തൻ്റെ മക്കളെയും രക്ഷപ്പെടുത്താനുള്ള പഴുതുകളിലൂടെ കണ്ടെത്തിയിട്ടായിരിക്കും ശശീന്ദ്രൻ കർത്ത ചെയ്തിരിക്കുന്നത്. ശശീന്ദ്രൻ കർത്ത രക്ഷപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം അക്യൂസിങ് ഫിംഗർ, ഈ കുറ്റങ്ങളുടെ എല്ലാം ഒരാളവിടെ കൊടുത്തേ പറ്റൂ, ഒരാൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തേ പറ്റുള്ളൂ. അത് പിണറായി വിജയനാണോ വീണ വിജയനാണോ എന്ന് കാത്തിരുന്ന് കാണാം. കർത്തായ്ക്ക് ഷൈബിയും ശരണും അതിൻ്റെ അകത്ത് വരരുത്, കർത്താവും വരരുത്. ഇത് മാത്രമാണ് പ്രൈമറി കർത്താവിൻ്റെയും. പിന്നെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ പ്രശ്നമില്ല. കർത്താവ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അനുസരിച്ച് കുരുക്ക് എങ്ങോട്ട് വരും? കർത്താവ് പൈസ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കോസ് ഉണ്ടായിരിക്കുന്ന കർത്താവിൻ്റെ ഫണ്ടാണ്. ഈ ഫണ്ട് റിസീവ് ചെയ്തിരിക്കുന്ന ആരാന്നുള്ളതാണ് അടുത്ത പ്രശ്നം. സാർ, ഇവിടെ വേറെ ഒരു അതിൽ കാണാതെ പോകേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ജനം ഇതുവരെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇതുവരെ ഈ ഷൈബി കർത്ത മറയ്ക്കുള്ളിലായിരുന്നു. ഇപ്പോഴാണ് അവരുടെ പേര് വന്നതും ഈ നിപുണ എന്ന കമ്പനിയെക്കുറിച്ച് അറ്റാച്ച് ചെയ്ത് അന്വേഷണമൊക്കെ വന്നത്. അപ്പോൾ ഇതുപോലെ നിരവധി ഇനിയും മാധ്യമങ്ങളറിയാത്ത ജനങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇ ഡി അന്വേഷണവുമായി ലിങ്ക് ചെയ്ത് അവരുടെ കയ്യിലുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. പിന്നെ സാറ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഷൈബിയെ ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകുമ്പോൾ തീർച്ചയായും ഇ ഡി എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോവുക എന്നുള്ളത് ഒരു സാമാന്യനെ അവർക്കറിയാൻ സാധിക്കും. അതിന് ഈ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്തൊക്കെ ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും, എന്തൊക്കെയായിരിക്കും ചോദ്യങ്ങൾ എന്നുള്ളത് കൃത്യമായി തയ്യാറെടുപ്പോട് കൂടി തന്നെയായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇ ഡിയുടെ മുമ്പിൽ ഇവർ ഹാജരാക്കേണ്ടതില്ല, അല്ലെങ്കിൽ തൽക്കാലം ഹാജരാക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കർത്ത മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. കാരണം വീണ വിജയൻ ആരോഗ്യപരമായ കാരണം പറഞ്ഞ് ആദ്യം ചോദ്യം ചെയ്യാൻ എത്തിയില്ലല്ലോ. ഒരുപക്ഷെ അവർക്ക് അസുഖം തന്നെയായിരിക്കാം, നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷേ ഈ കർത്തയെ സംബന്ധിച്ചിടത്തോളം സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ പൈസ മുടക്കിയത് അവരുടെ പണമാണ് അവർ കൊടുത്തത്. പക്ഷേ അവർ അതിന് പ്രതിഫലമായി വാങ്ങിയത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ 1600 കോടി രൂപയുടെ വഴിവിട്ട രീതിയിലുള്ള കരിമണൽ ഖനനം ചെയ്യുന്നതിലുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. ആർക്ക്? CN മാർ കർത്തയ്ക്ക്. ആ കർത്ത അതിന് പ്രത്യുപകാരമായാണ് മകളടക്കമുള്ള ആളുകൾക്ക് ഇതുപോലെ മാസപ്പടി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതാണ് അതിലെ ഗുരുതരമായ കുറ്റം. ഇത് തന്നെയാണ് ഇ ഡി അന്വേഷിക്കുന്നത്. എന്ത് സേവനത്തിനാണ് ഇവർ ഈ വേതനം കൊടുത്തതെന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഈ ഷൈബിയുമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 99 കോടി രൂപയുടെ വാഹന നീക്കവുമായി ബന്ധപ്പെട്ടിട്ട് അത്തരം ചിലവുകളൊക്കെ ഈ നിപുണ എന്ന ഷൈബി മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഈ നിപുണ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഒരു അന്വേഷണം നടക്കുന്നത്. അതും ഈ വീണയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഷൈബി ഇ ഡിയുടെ മുമ്പിൽ ഹാജരായിരിക്കുന്ന ഒരു നില ഇപ്പോൾ നിലവിലുള്ളതിനാൽ തീർച്ചയായും ഇനി വീണ വിജയന് മറ്റെന്തെങ്കിലും പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ വീണ വിജയന് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും വീണ വിജയൻ കോടതിയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും CMRL തന്നെയാണ് തടസ്സ ഹർജിയുമായി കോടതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്കും പോകാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കപ്പെടുമ്പോൾ ഇനി ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ വീണ വിജയന് കൊടുക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ വീണ വിജയന് വിനയാകത്തക്ക രീതിയിൽ അത്ര സുതാര്യമായ മറുപടി പറയത്തക്ക രീതിയിലുള്ള ചില ചോദ്യങ്ങളായിരിക്കില്ല ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ പുതിയ കണ്ടെത്തലുകളും പുതിയ ചോദ്യം ചെയ്യലുകളുമായി ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. അവിടെയാണ് ഷൈബിയും നിപുണയൊക്കെ മുന്നോട്ട് വന്നപ്പോൾ ഇനിയും അറിയാത്ത പല കാര്യങ്ങൾക്ക് കൂടി ചിലപ്പോൾ വെളിയിലേക്ക് വരും. അത്തരം കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഇ ഡി ഇവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ 134 തെളിവുകളും അനുബന്ധ രേഖകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതിലൊന്ന് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ ഷൈബിയും നിപുണയെല്ലാം. അതുപോലെ മറ്റ് കേസുകൾ കൂടി വരുമ്പോൾ വീണ വിജയൻ അത് അക്ഷരാർത്ഥത്തിൽ കുരുക്കായി മുറുകാനുള്ള സാധ്യത ഇല്ലേ? അല്ല, രണ്ട് തരത്തിലുണ്ട്. ഇപ്പം CPM ചിലർ CPMൻ്റെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ പറഞ്ഞ് ഈ മനുഷ്യനെ ഇനി നമ്മൾ ശവത്തെ കുത്തണമെന്നാണ് ചോദിക്കുന്നത്. ശവമായി കഴിഞ്ഞിരിക്കുന്നു, പിണറായി ശവമായി എന്ന് നമ്മൾ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ. അതുകൊണ്ട് ഇനി ഇദ്ദേഹത്തെ ദ്രോഹിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇത്രമാത്രം ലീനിയൻ്റ് വ്യൂ പാർട്ടി ഇദ്ദേഹത്തിന് വേണ്ടി എടുക്കുന്നത്. വേറെ ശല്യമൊന്നും ചെയ്യാനില്ല പിണറായി. അല്ല, അത് സാറ് ഇപ്പോൾ ഇത് സാറ് പറയുന്നത് ഇപ്പോൾ പാർട്ടി എന്ന തലത്തിൽ ഒരു നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവായവരോട് പാർട്ടിക്കാരന് കാണിക്കാവുന്ന അനുഭാവം എന്ന രീതിയിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിവക്ഷിക്കാം. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ അത്തരം വിവക്ഷകളൊന്നുമില്ലല്ലോ. നിയമത്തിൻ്റെ മുമ്പിൽ ഇതിലൊരു 1-2 കുറ്റവാളിയെ കിട്ടിയാൽ പോരാ. ഖനനം തുടങ്ങുന്നത് തൊട്ട് റിസീവ് ചെയ്ത് അത് പുറത്തേക്ക് കിടത്തി കാശ് റിസീവ് ചെയ്ത് ആ കാശ് വീതം വയ്ക്കുന്നത് വരെയുള്ളൊരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഒരാളിൽ ഇത് ഒതുങ്ങി നിൽക്കുകയില്ല. പക്ഷേ ഇവിടെ ഇവർ ശ്രമിച്ചത് കർത്താവ് എല്ലാം ഏറ്റു,
കർത്താവ് കൊടുത്തു, കർത്താവ് മേടിച്ചു, കർത്താവ് കടം വിട്ടാനുള്ള കാശും കർത്താവ് കൊടുത്തു, കടം കൊടുത്തതും കർത്താവ്, എല്ലാം കർത്താവ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന പ്രാർത്ഥന ചൊല്ലി കഴിയാമെന്നാണ് ആര് വിചാരിച്ചത്? പിണറായി വിജയൻ വിചാരിച്ചത്. അതുപോലെ കർത്താവ് വിചാരിച്ചത് പിണറായി വിജയൻ ആജന്മ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ അതിനുശേഷം വരാൻ പോകുന്നത് റിയാസാണ്, തൻ്റെ ബിസിനസ് യാതൊരു തടസ്സവും കൂടാതെ മുമ്പോട്ട് പോകും എന്നുള്ള കണക്കുകൂട്ടൽ കർത്താവിനുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഞങ്ങളവിടെ അജീയരായിട്ട് അതാത് സ്ഥാനങ്ങളിൽ കാണും എന്നുള്ള അമിത വിശ്വാസമാണ് അവരെ ഇപ്പോൾ ഈ അപകടത്തിൽ കൊണ്ടെത്തിച്ചത്. സാർ, ഈ കണക്കൂട്ടിൽ തെറ്റിയെന്ന് പറയുമ്പോൾ ഒന്ന് കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണം പോയി, മറ്റൊന്ന് കേന്ദ്ര സർക്കാരിലും BJP കേന്ദ്രങ്ങളിലുള്ള പിണറായി വിജയൻ്റെ സ്വാധീനവും നഷ്ടപ്പെട്ടു എന്ന് വേണം ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ. കാരണം ഇനിയും യാതൊരു തരത്തിലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയൊക്കെ ഇത് ചേർത്ത് വായിക്കപ്പെടുമ്പോൾ തീർച്ചയായും കർത്തയുടെയും ചില ചൂടുകൾ പിഴച്ചിട്ടുണ്ട്, കണക്കൂട്ടൽ തെറ്റിയിട്ടുണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അല്ലാതെ പിണറായി വിജയന് BJP ആയിട്ടുള്ള ബന്ധം തീർന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല. ഇപ്പോൾ ബംഗാളിലും തൃണമൂൽ കോൺഗ്രസും മഹാരാഷ്ട്രയിലെ NCP ഒക്കെ ആൾക്കാർ സ്വന്തം പാർട്ടി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കൂട്ടത്തോടെ BJP ചേക്കേറി. ഇവിടെ പിണറായി വിജയന് മുമ്പിൽ ആ ഓപ്ഷനുണ്ട്. അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചു. തൃണമൂൽ കോൺഗ്രസ്, മോഡിയെ ഏറ്റവും കൂടുതൽ എടുത്ത തൃണമൂൽ കോൺഗ്രസ്സിന് ആൾക്കാർക്ക് BJP ആയിട്ട് കൂട്ടുകൂടാമെങ്കിൽ പിണറായി വിജയനും കൂട്ടുകാർക്ക് തന്നെ മടി തന്നെ. ഇവിടെ എത്ര പേരുടെ കേസ് രക്ഷിക്കാനുണ്ട്? ദിവ്യയെ രക്ഷിക്കണം, ശ്യാമളയെ രക്ഷിക്കണം, എത്ര പേരുടെ കേസുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മൊത്തക്കച്ചവടമായിട്ട് എടുത്ത് ഇത് സംഗതി അങ്ങ് ചെയ്യുമെന്നേ. ഞങ്ങളങ്ങ് ചേരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJP ചേർന്ന് വെച്ചാൽ ലോ ഇടിഞ്ഞു വീഴുമൊന്നുമില്ല. ഇടിഞ്ഞു വീഴാൻ പോകുന്ന അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചേർത്താൽ BJP ഇടിഞ്ഞു വീഴും. എന്തായാലും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ധ്രുവീകരണം നടക്കില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണണം. പക്ഷേ ഈ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നാളെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ED തുടർ നടപടികളുമായി പോകും. വീണ വിജയൻ എവിടെയാണെന്നുള്ളത് അവിടെ ചെന്ന് ചോദ്യം ചെയ്യാൻ അവർക്ക് നിയമപരമായ അവകാശമുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ കടുത്ത നടപടികളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും നാളെ ഈ 17-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായ ഒരു തീയതിയായി മാറുന്നു, ദിവസമായി മാറുന്നു. അതിന് മുൻപായി തന്നെ ഈ CMRL കർത്തയുടെ മകൾ ഷൈബിയെ നിപുണയുമായി ബന്ധപ്പെട്ട ചില വാഹന ഇടപാടുകൾ, അതായത് CMRL ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ചില കേസുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ CMRLൻ്റെ ജോയിൻറ്റ് MD ആയ ശരൺ കർത്തയെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നാളത്തെ വീണയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകം തന്നെയാണ്. ഞാൻ എല്ലാ ചർച്ചയും പറഞ്ഞൊരു കുസൃതി കമൻറ്റോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം പിണറായി വിജയൻ എങ്ങനെയാണ് BJP ചേരുന്നതെന്നുള്ള സംശയമൊന്നും വേണ്ട. പാകിസ്ഥാനിലെ POK ഒക്കുപ്പൈഡ് കാശ്മീരിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യയിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഒരു അറേഞ്ച്ഡ് യുദ്ധം ഉണ്ടാവുകയും അപ്പോൾ യുദ്ധസമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ മോഡിയെ ശക്തിപ്പെടുത്തുക നമ്മുടെ എല്ലാവരുടെയും രാജ്യസ്നേഹമുള്ളവരുടെ കാര്യമാണെന്ന് പറഞ്ഞ് പിണറായി വിജയന് വേണമെങ്കിൽ ഒരു ദേശീയവാദിയായിട്ട് രംഗത്ത് വരാൻ ഒരു ചാൻസ് ഇവിടെ കിടപ്പുണ്ട്. ഒരു യുദ്ധം സന്നദ്ധമായ ഒരു സാഹചര്യത്തിൽ ദേശീയ ബോധം പ്രകടിപ്പിക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചേക്കേറണമെന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല. സാറിന് നിഗമനത്തെ ഞാൻ നിരീക്ഷണത്തെ തള്ളിക്കളയുന്നില്ല. പ്രധാനമന്ത്രി അതെ, എന്ത് തന്നെയായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മളെല്ലാവരും ദേശീയ ഐക്യത്തോടുകൂടി ചേർന്ന് നിൽക്കും, അത് യാതൊരു തർക്കമില്ല. പക്ഷേ നാളെ വീണ വിജയൻ്റെ കാര്യത്തിൽ വളരെ നിർണായകം തന്നെയായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നാളെ കഴിഞ്ഞു.